ക്രൈസ്തവരെ ബലിയാടാക്കാനാണ് ഈ സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ നാശത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. സ്നേഹമുള്ളവരെ, ഭിന്നശേഷി സംവരണത്തിൻ്റെ പേര് പറഞ്ഞ് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളുടെ കീഴിലുള്ള സ്കൂളുകളിലെ നിയമനങ്ങൾ, ആയിരക്കണക്കിന് നിയമനങ്ങളാണ് സർക്കാർ തടഞ്ഞു വെച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ മന്ത്രി ഇടയ്ക്കിടെ ഇത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ തെറ്റുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നിയമനത്തിനുള്ള അംഗീകാരം നിരന്തരമായി നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു MLA ഇക്കാര്യം നിയമസഭയിൽ ഉന്നയിക്കാൻ ശ്രമിച്ചപ്പോൾ ബിഷപ്പുമാരുടെ കാര്യം പറയാനല്ല, കേൾക്കാനല്ല ഞങ്ങൾ എന്നാണ് സ്പീക്കർ വളരെ ഖണ്ഡിതമായി പറഞ്ഞത്. വളരെ കൃത്യമായിട്ട് അവർക്കറിയാം ബിഷപ്പുമാർ പ്രകടിപ്പിക്കുന്നത് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ വേദനകളാണ്. അപ്പം എന്തുകൊണ്ടാണ് നിയമസഭയിൽ പോലും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളുടെ ഒരു അഭിപ്രായത്തെ മുഖവിലക്കെടുക്കാൻ LDF മന്ത്രിസഭയോ CPMO തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? പ്രിയമുള്ളവരെ, അവരുമായിട്ട് ഒരു ചർച്ച നടത്തിയാലും അനുകൂലമായ ഒരു നിലപാടുണ്ടാകുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അതിനുള്ള കാരണം വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയിലൂടെ പുറത്തു വരുന്നത് CPMന്റെ ഹിഡൻ അജണ്ടയാണ്. 1957 EMS മന്ത്രിസഭ മുതൽ ഇന്ന് വരെ എല്ലാ ഇടതുപക്ഷ മന്ത്രിസഭയും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളോട് കാണിച്ചിട്ടുള്ള സമീപനം പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകും. ആദ്യത്തെ EMS മന്ത്രിസഭയുടെ തന്നെ ലക്ഷ്യമെന്ന് പറയുന്നത് എയ്ഡഡ് വിദ്യാലയങ്ങളെ ദേശസാൽക്കരിച്ചുകൊണ്ട് മാനേജ്മെൻറ്റുകളുടെയും അവരുടെ സമ്പത്തും, ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ സമ്പത്ത്, നായർ സമൂഹത്തിൻ്റെ സമ്പത്ത്, മുസ്ലിം സമുദായത്തിൻ്റെ സമ്പത്ത്, വിദ്യാഭ്യാസ മേഖലയിലുള്ളത് പിടിച്ചെടുക്കുക എന്നതായിരുന്നു EMSന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. ആ ലക്ഷ്യമെന്ന് പറയുന്നത് സവർണ മേധാവിത്വത്തിൻ്റെ ആഗ്രഹങ്ങൾ CPMലൂടെ നടപ്പിലാക്കുക എന്നുള്ളതാണ്. സർ CP ആണ് ആദ്യമായിട്ട് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളുടെ സ്കൂളുകൾ കൈയടക്കാനായിട്ട് ശ്രമിച്ചത്. അത് നിശേഷം പരാജയപ്പെട്ടു. പ്രിയമുള്ളവരെ, 1957 EMS മന്ത്രിസഭയും 1972 AK ആന്റണിയുടെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളും 2007 വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന MA ബേബിയുടെ സ്വാശ്രയ ബില്ലും എല്ലാം ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ: ക്രൈസ്തവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പീഡിപ്പിച്ച് സ്വന്തമാക്കുക. പ്രിയമുള്ളവരെ, ഈ കേരളത്തിലുള്ള 60% വരുന്ന 70% വരുന്ന വിദ്യാർത്ഥികളെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളുടെ സ്കൂളുകളിൽ ഫ്രീ ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളുടെ ചുമതലയല്ല, ഇത് സർക്കാരിൻ്റെ ചുമതലയാണ്. അപ്പോൾ സർക്കാരിൻ്റെ ചുമതല നിറവേറ്റാൻ വേണ്ടി പൊതുസമൂഹത്തെ ഒറ്റ പൈസ പോലും ഫീസ് വാങ്ങാതെ സഭാസമൂഹം, ക്രൈസ്തവ സമൂഹം പഠിപ്പിക്കുമ്പോൾ അതിലുള്ള അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുക എന്ന മിനിമം നീതിയെങ്കിലും നടപ്പിലാക്കാൻ ഈ സർക്കാർ തയ്യാറാകുന്നില്ല. MA ബേബിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ ന്യൂനപക്ഷമല്ല എന്ന് വരുത്തി തീർക്കുന്ന ഒരു നിയമം പാസ്സാക്കാനാണ് ശ്രമിച്ചത്. പ്രിയമുള്ളവരെ, ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായ മൈക്രോ മൈനോരിറ്റിയാണ് ക്രൈസ്തവർ. മറ്റു ന്യൂനപക്ഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ക്രൈസ്തവർ തുച്ഛമാണ് ക്രൈസ്തവരുടെ എണ്ണം. ആ സമൂഹത്തെ പീഡിപ്പിച്ചില്ലാതാക്കുക എന്നുള്ളത് അത്തരമൊരു നയത്തിൻ്റെ പ്രകടമായ ഒരു ശ്രമമാണ് ഈ അനീതിയിലൂടെ ഈ LDF സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം NSSന് സുപ്രീം കോടതി വിധി നൽകിയ വിധിയിൽ
സമാനമായിട്ട് എല്ലാ സമുദായങ്ങൾക്കും അപ്ലൈ ചെയ്യേണ്ടതാണ്. അതിന് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി. രേഖകളൊന്നും ഹാജരാക്കിയിട്ടില്ല, ഒഴിവുകൾ പ്രഖ്യാപിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, കൃത്യമായി എത്ര ഒഴിവുണ്ട്, എത്ര ഭിന്നശേഷിക്കാർക്ക് മാറ്റിവെച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങൾ കൃത്യമായി ഇന്നത്തെ ദീപിക പത്രത്തിലുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടി ഇങ്ങനെ ഒരു ഹിഡൻ അജണ്ട കയ്യിൽ വെച്ചിരിക്കുന്നത്? കാരണം കാറൽ മാർക്സ് എഴുതിയ എല്ലാ പുസ്തകത്തിലും എഴുതി വെച്ചിട്ടുണ്ട്, മതവിമർശനമാണ് സാമൂഹ്യ വിമർശനത്തിന്റെ കേന്ദ്രം. അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു മതത്തെ മാത്രമേ അറിയുള്ളൂ, അത് ക്രിസ്തു മതമാണ്. അതുകൊണ്ട് ആ പുസ്തകങ്ങൾ വായിച്ച ഈ MA ബേബിയും ശിവൻകുട്ടിയും എല്ലാം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ വിചാരിച്ചിരിക്കുന്നത് ക്രിസ്തുമതത്തെ ഇല്ലാതാക്കിയാൽ, അവരുടെ സ്ഥാപനങ്ങൾ ഇല്ലാതാക്കിയാൽ സമൂഹം മുന്നോട്ട് പോകുമെന്ന തെറ്റിദ്ധാരണയിലാണ് ഈ മൈക്രോ മൈനോറിറ്റിയായ ക്രൈസ്തവർക്ക് നേരെ അവർ വാളോങ്ങുന്നത്. അപ്പം അതുകൊണ്ട് ഒരു കാര്യം ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇരിക്കുന്ന കൊമ്പാണ് നിങ്ങൾ മുറിക്കുന്നതെന്ന് ഓർക്കണം. എയ്ഡഡ് വിദ്യാലയങ്ങളെ തച്ചുടച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ പാവപ്പെട്ടവന് ചെലവ് കുറഞ്ഞ വിദ്യാഭ്യാസം കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളും കൂടിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ക്രൈസ്തവർ ഒരുക്കി തന്നിട്ടുള്ളത്. സെന്റ് തോമസ് സ്കൂളിൽ 1969 തന്നെ ഒരു കെമിസ്ട്രി ലബോറട്ടറി തയ്യാറാക്കിയ പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. അത് സർക്കാരിന്റെ പൈസ കൊണ്ടുണ്ടാക്കിയതല്ല. 2 വിദ്യാർത്ഥികളാണ് സെന്റ് തോമസ് കോളേജിൽ നിന്ന് ദേശീയ തലത്തിൽ പട്നഗർ അവാർഡ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ പ്രിയമുള്ളവരെ, ഇത്തരത്തിൽ അനേകം സ്കൂളുകളും കോളേജുകളും സർവ്വവിധ സൗകര്യങ്ങളോടും കൂടി പൊതുസമൂഹത്തില് നന്മ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ക്രൈസ്തവർ ചെയ്തിട്ട് ഈ ഗവൺമെന്റ് നിയമന നിഷേധത്തിലൂടെ ആയിരക്കണക്കിന് അധ്യാപകരുടെ ശമ്പളം തടഞ്ഞു വെച്ചിട്ട് അവരെ മുക്കിക്കൊല്ലാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ ക്രൈസ്തവ സംഘടനകൾ തയ്യാറാണ്. അതുകൊണ്ട് ക്രൈസ്തവരായ സുഹൃത്തുക്കളെ, പൊതുസമൂഹത്തിലെ അംഗങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. ഈ ശിവൻകുട്ടി മന്ത്രിയുടെ ഈ നുണപ്രചരണവും അദ്ദേഹത്തിൻ്റെ ഈ നടപടികളും ക്രൈസ്തവരെ മാത്രമല്ല തകർത്ത് കളയുക, അതിലൂടെ നിങ്ങളുടെ മക്കൾക്ക് ഇത്രയും നല്ല വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് നിങ്ങൾ ഈ സർക്കാരിനെതിരെ, ഇപ്പോഴത്തെ അവരുടെ വിദ്യാഭ്യാസ നയത്തിനെതിരെ നുണ പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തെ വഞ്ചിക്കുന്ന ഈ ചതിക്കെതിരെ നിങ്ങൾ പ്രതികരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അത് നിങ്ങളുടെ മക്കളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. അവരെ സംബന്ധിച്ച് ആകെ അടുത്ത ഇലക്ഷന് ജയിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതൊരിക്കൽ BRP ഭാസ്കർ എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ പറയുകയുണ്ടായി, എന്നൊക്കെ ക്രൈസ്തവ സമൂഹത്തിനെതിരെ LDF ഗവൺമെന്റുകൾ നിലപാടെടുത്തിട്ടുണ്ടോ, അപ്പോഴൊക്കെ സവർണരുടെയും വർഗീയവാദികളുടെയും തീവ്രവാദികളുടെയും വോട്ട് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാൻ, ക്രൈസ്തവരെ ബലിയാടാക്കാനാണ് ഈ സർക്കാർ ശ്രമിക്കുന്നെങ്കിൽ നാശത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്ന് മാത്രം ഓർമ്മിപ്പിക്കാൻ കത്തോലിക്ക കോൺഗ്രസ് എന്ന സംഘടന ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾ വലിയ പ്രക്ഷോഭം നേരിടേണ്ടി വരുമെന്ന് ഓർമ്മപ്പെടുത്താൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുക കൂടി ചെയ്യാണ്, പൊതുസമൂഹത്തിൻ്റെ നന്മയെ കരുതി അധ്യാപകരുടെ അവകാശങ്ങൾ നിങ്ങൾ നിഷേധിക്കരുത്. അത് ചെയ്യുന്നത് വൃത്തികേടാണ്, അത് സമൂഹത്തെ പിന്നോട്ട് നയിക്കുന്നതിന് തുല്യമാണ്. അത് വർഗീയവാദികൾക്കും വിഘടനവാദികൾക്കും തീവ്രവാദികൾക്കും വളരാനുള്ള അവസരമാണ് സൃഷ്ടിക്കുക എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.